ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും സ്പെഷ്യൽ അൻവാസ് കിച്ചണിലേക്ക് സ്വാഗതം. നമ്മളിന്ന് തയ്യാറാക്കുന്നത് കടയിൽ നിന്ന് വാങ്ങുന്ന അതേ ടേസ്റ്റുള്ള നല്ല സോഫ്റ്റ് പ്ലം കേക്ക് വീട്ടിൽ തന്നെ തയ്യാറാക്കാം. ഓവണും ബീറ്ററും കുക്കറൊന്നും ഇല്ലാതെ ഇതുപോലെ തയ്യാറാക്കിയാൽ മതി. ഒരു പഴയ നോൺ സ്റ്റിക്കിൻ്റെ പാത്രം എടുത്തിട്ടുണ്ട്. ഇത് അടുപ്പിൽ വെച്ച് ഒരു 5 മിനിറ്റ് ഫുൾ ഫ്ലെയിമിലിട്ട് ചൂടാവാം. നിങ്ങൾക്ക് ഏത് പാത്രം വേണമെങ്കിലും ഇതുപോലെയുള്ള എടുക്കാം. ഇനി ഒരു ബേക്കിംഗ് ട്രേ എടുത്തിട്ടുണ്ട്. ബേക്കിംഗ് ട്രേയിലേക്ക് കുറച്ച് എണ്ണ തടവി കൊടുത്ത് കുറച്ച് പൊടിയിട്ട് എല്ലാ ഭാഗത്തും പൊടിയാവുന്ന വിധത്തിൽ ആക്കി റെഡിയാക്കി വെക്കണം. ഇതുപോലെയുള്ള ബേക്കിംഗ് ട്രേ ഇല്ലെങ്കിൽ ടിഫിൻ ബോക്സോ വേറെ ഏതെങ്കിലും പാത്രം എടുത്ത് ഇതുപോലെ ചെയ്താൽ മതി. ബട്ടർ പേപ്പർ വെക്കണമെന്നൊന്നുമില്ല, അല്ലാണ്ട് തന്നെ നല്ല കേക്ക് റെഡിയാക്കി എടുക്കാൻ പറ്റും. ഇനി ഒരു പാത്രത്തിലേക്ക് 1 കപ്പ് പഞ്ചസാര എടുത്തിട്ടുണ്ട്. 1/2 കപ്പ് പഞ്ചസാര ഇതിലേക്ക് ചേർത്ത് 1/2 കപ്പ് പഞ്ചസാര മിക്സി ജാറിലിട്ട് പൊടിച്ച് വെക്കണം. ഇനി ഇതിലേക്ക് 2 ടീസ്പൂൺ വെള്ളം കൂടി ഒഴിച്ചു കൊടുത്ത് ഈ സമയത്ത് ഇളക്കേണ്ട ആവശ്യമൊന്നുമില്ല. ഇതിനെ ഒന്ന് നല്ലപോലെ പതഞ്ഞ് വരുന്ന സമയത്ത് ഇളക്കി കൊടുക്കാം. ഇതുപോലെ പതഞ്ഞ് വരുന്ന സമയത്ത് ഇനി ഇളക്കി കുറച്ചും കൂടെ ഇത് ബ്രൗൺ കളർ ആവാനുണ്ട്. കുറച്ചും കൂടെ ബ്രൗൺ കളർ ആകുമ്പോൾ ഇതിലേക്ക് 1 കപ്പ് വെള്ളം ഒഴിച്ചു കൊടുക്കാം. ഇത് കുറച്ചും കൂടെ കളറ് മാറാനുണ്ട്. ഇനി ഇതിലേക്ക് വെള്ളം ഒഴിച്ചു കൊടുക്കുക. ഈ പാകത്തിൽ 1 കപ്പ് വെള്ളം കുറച്ചായി തീ കുറച്ച് വെച്ച് കുറച്ചായി ഒഴിച്ചു കൊടുക്കണം. ഒന്നിച്ച് ഒഴിച്ച് കഴിഞ്ഞാൽ കയ്യിലേക്ക് ഇതിൻ്റെ ചൂട് കയറും. ഇനി ഇത് മുഴുവനായി ഒഴിച്ച് ഇളക്കി കൊടുക്കുക. ഇത് കൂടുതൽ അധികമായിപ്പോയാൽ കേക്കിന് കയ്പ്പ് ടേസ്റ്റ് വരും. അതുകൊണ്ട് ശ്രദ്ധിച്ചിട്ട് ഇത് തയ്യാറാക്കണം. ഇത് നല്ലപോലെ തിളച്ച് വരട്ടെ. കുറച്ച് ഡ്രൈ ഫ്രൂട്ട്സ് എടുത്തിട്ടുണ്ട്. 3 കളറ് ടൂട്ടി ഫ്രൂട്ടി, ചുവപ്പ്, പച്ച, മഞ്ഞ, കറുത്ത മുന്തിരി, ഗ്രേപ്സ്. ഇത് തിളച്ചുകൊണ്ടിരിക്കുന്ന സിറപ്പിലേക്ക് ഇട്ട് കൊടുക്കണം. നിങ്ങൾക്ക് ഏത് ഡ്രൈ ഫ്രൂട്ട്സാണ് ഇഷ്ടം എന്നുള്ളതിനനുസരിച്ചിട്ട് കൂടുതൽ ചേർത്ത് കൊടുക്കാം. ഇതിനെ ഇളക്കി ഒന്ന് കുറുകി വരണം. കുറുകി വരുന്ന സമയത്ത് 1/4 ടീസ്പൂൺ ഗ്രാമ്പൂ പൊടി ചേർത്ത് ഗ്രാമ്പൂ പൊടി ഇതിലേക്ക് ചേർത്ത് കൊടുത്താൽ കേക്ക് നല്ല ടേസ്റ്റും നല്ലൊരു മണവും ഉണ്ടാവും. ഇത് പാകത്തിനായി വന്നിട്ടുണ്ട്. ഈ പാകത്തിൽ സിറപ്പ് കുറുകിയാൽ മതി, അധികം കുറുകണ്ട. ഇനി ഇത് തീ ഓഫ് ചെയ്തിട്ട് തണുക്കാൻ വെക്കാം. ഇനി ഒരു മിക്സി ജാറിലേക്ക് 2 മുട്ട പൊട്ടിച്ചൊഴിച്ച് ഹൈ സ്പീഡിൽ 10 സെക്കൻഡ് അടിച്ചെടുക്കണം. 10 സെക്കൻഡ് അടിച്ചെടുത്ത് പൊടിച്ച പഞ്ചസാര 1/2 കപ്പ് പഞ്ചസാര പൊടിച്ചെടുത്തത് ഇതിലേക്ക് ചേർത്ത് 1 ടീസ്പൂൺ വാനില എസൻസും ചേർത്ത് ഇനി ഇതൊരു 12 സെക്കൻഡ് അടിച്ചെടുത്തിട്ടുണ്ട്. ഇതിലേക്ക് 1/2 കപ്പ് സൺഫ്ലവർ ഓയിൽ ചേർത്ത് ഇതൊരു 2 സെക്കൻഡ് അടിച്ചെടുത്താൽ മതി. ഇനി ഇത് അടിച്ചെടുത്ത് മാറ്റി വെക്കാം. ഇനി ഒരു അരിപ്പയിലേക്ക് 1 കപ്പ് മൈദപ്പൊടി, 2 ടീസ്പൂൺ പാൽപ്പൊടി ഇല്ലെങ്കിൽ ചേർക്കേണ്ട, നിർബന്ധമില്ല. പാൽപ്പൊടിയും കൂടെ ചേർത്താൽ കേക്ക് നല്ല ടേസ്റ്റ് ഉണ്ടാവും. 1/4 ടീസ്പൂൺ ബേക്കിംഗ് സോഡ, 1 ടീസ്പൂൺ ബേക്കിംഗ് പൗഡർ, 1 നുള്ളു ഉപ്പ്. ഇത് നല്ലപോലെ 2-3 പ്രാവശ്യം അരിച്ചെടുക്കണം. 2-3 പ്രാവശ്യം അരിച്ചെടുത്താൽ പൊടികളെല്ലാം കൂടെ മിക്സായി കിട്ടും. 2-3 പ്രാവശ്യം അരിച്ചെടുത്ത് മാറ്റി വെക്കാം. ഒരു ബൗളിലേക്ക് നേരത്തെ അടിച്ചു വെച്ച മിക്സ് ഒഴിച്ചു കൊടുത്ത് അതിലേക്ക് ഈ പൊടികൾ കുറച്ചായി ഇട്ട് ഇളക്കി കൊടുക്കണം. ഇതുപോലെ ഒരു വശത്തേക്ക് തന്നെ ഇളക്കി യോജിപ്പിച്ചെടുക്കണം. പൊടികളെല്ലാം 2-3 പ്രാവശ്യമായി ഇട്ട് ഇളക്കി യോജിപ്പിച്ചെടുത്തിട്ടുണ്ട്. ഇനി നേരത്തെ തയ്യാറാക്കി വെച്ച ഡ്രൈ ഫ്രൂട്ട്സ് തണുത്ത ശേഷം ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കണം. ചൂടോടെ ഒഴിക്കാൻ പാടില്ല. തണുത്ത ശേഷം ഇതിലേക്ക് ഒഴിച്ച് നല്ലപോലെ ഇളക്കി യോജിപ്പിച്ച് കുറച്ച് അണ്ടിപ്പരിപ്പ് മിക്സി ജാറിലിട്ടിട്ട് ഒന്ന് കറക്കി എടുത്തിട്ടുണ്ട്. അതും കൂടെ ചേർത്ത് 1/2 ടീസ്പൂൺ ഗ്രാമ്പൂ പൊടിയും കൂടെ ഇതിലേക്ക് ഈ സമയത്ത് ചേർക്കണം. 1/4 ടീസ്പൂൺ വിനാഗിരിയും ചേർത്ത് നല്ലപോലെ ഇളക്കി യോജിപ്പിക്കുക. ഈ പാകത്തിൽ കിട്ടിയാൽ മതി. ഇതാണ് ഇതിൻ്റെ പാകം. വിനാഗിരി ചേർത്ത് കഴിഞ്ഞാൽ കേക്ക് നല്ല സോഫ്റ്റായി കിട്ടും. ഈ പാകത്തിൽ ബാറ്റർ കിട്ടിയാൽ മതി. അധികം
ലൂസാവണ്ട. ഇനി ഇത് ബേക്കിംഗ് ട്രേയിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ട്രേയിലേക്ക് ഒഴിച്ച് ഒന്ന് ഇതുപോലെ ഇളക്കി കൊടുത്ത് ഇനി ഇത് തട്ടി ഒരു 3-4 പ്രാവശ്യം ഇത് തട്ടി കൊടുക്കണം. ഇനി നമ്മൾ ചൂടായ പാത്രത്തിലേക്ക് ഇത് വെച്ച് കൊടുത്ത് അടച്ചു വെക്കണം. മൂടി അടച്ച് ഇതിനൊരു ചെറിയ ദ്വാരമുണ്ട്. ഈ ദ്വാരത്തിന് ഒരു ഗ്രാമ്പ് വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി ഇത് ഫുൾ ഫ്ലെയിമിൽ 2 മിനിറ്റ് ആയ ശേഷം സിമ്മിൽ വെച്ചാൽ മതി. സിമ്മിൽ വെച്ച് ഇതൊരു 40 സെക്കൻഡ് എടുത്തിട്ടുണ്ട്. ഇടയ്ക്കൊന്ന് തുറന്ന് നോക്കണം. അതിനിടയിൽ ഒന്ന് തുറന്ന് നോക്കി ഇതുപോലെ കുത്തി നോക്കുമ്പം ഒട്ടുന്നുണ്ടെങ്കിൽ വീണ്ടും ഒന്ന് അടച്ച് വെച്ച് വേവിച്ചെടുത്താൽ മതി. ഇതിപ്പോൾ ഒട്ടുന്നൊന്നുമില്ല. കേക്ക് റെഡി ആയിട്ടുണ്ട്. ഇനി ഇത് പുറത്തെടുക്കാം. ഇത് പുറത്തെടുത്ത് ഒരു ടവല് മുകളിൽ വെച്ച് തണുക്കാൻ വെച്ചാൽ മുകൾ ഭാഗം ഹാർഡായി പോവില്ല, സോഫ്റ്റായി കിട്ടും. ഇനി ഇത് ഇതുപോലെ ഒന്ന് ഇളക്കി കൊടുത്ത് നമുക്ക് തട്ടിയെടുക്കാതാ. കേക്ക് റെഡിയായി കിട്ടിയിട്ടുണ്ട്. കേക്ക് മുറിക്കാൻ ഒരാൾ ഇവിടെ റെഡിയായി നിൽക്കുന്നുണ്ട്. നല്ല കടയിൽ നിന്ന് കിട്ടുന്ന അതേ രുചിയുള്ള കേക്ക് റെഡിയായി. കണ്ടില്ലേ, അതാ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള കേക്ക്. എല്ലാവരും ഇതുപോലെ ഉണ്ടാക്കി നോക്കുക. താങ്ക് യു.